ഹലോ ഗായ്സ്, സോ വെൽക്കം ടു മൈ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ്. കാരണം എൻ്റെ 2 വർഷത്തെ ഒരു ഡ്രീമാണിത് ഫുൾഫിൽ ചെയ്യുന്നത്. സോ ലാസ്റ്റ് 2 years ആയിട്ട് ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ഗോ അബ്രോഡ് ആൻഡ് സ്റ്റഡി. പക്ഷേ എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് മൈ സം സിറ്റുവേഷൻസ്. ആൻഡ് ഫൈനലി ഇന്ന് അത് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ്. ലൈക്ക് സോ ഐ സ്റ്റാർട്ടഡ് മൈ വീഡിയോ വിത്ത് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഞാൻ അന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഫ്രം നെടുമ്പാശ്ശേരി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈക്ക് തലേ ദിവസം തന്നെ ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ലൈക്ക് എവ്രിതിങ് വാസ് ലൈക്ക് അതിൻ്റെ റൈറ്റ് സമയത്ത് ആ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നത് ഭയങ്കര ശരിയാട്ടോ എൻ്റെ ലൈഫിൽ. സോ ഞങ്ങൾ ഓൾമോസ്റ്റ് ബൈ ഈവനിങ് ആണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതേപോലെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് പ്രോപ്പർ നമ്മൾ നെടുമ്പാശ്ശേരി അത്താടി ജംഗ്ഷനിൽ തന്നെയായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് എനിക്ക് എന്താ പറയണ്ടേ, കരയണോ അതോ ചിരിക്കണോ എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ഐ വാസ് ലൈക്ക് ഇനി എന്താ പറയുക, ഒരു കിളി പോയൊരവസ്ഥ അങ്ങനെ തന്നെ പറയണം. സോ ഞങ്ങൾ അന്നത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും പുറത്ത് വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. ബിക്കോസ് ഞങ്ങളുടെ പാരൻസ് ലൈക്ക് സോ ടയേർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഫുഡ് മേടിച്ചിട്ട് റൂമിലേക്ക് പോയി. ആൻഡ് വെരി നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ എയർപോർട്ടിലേക്ക് പോയി. ആൻഡ് this was the time where we got a chance to take pictures with my family and my siblings. So നമ്മൾ ആ ഒരു ടൈം മാക്സിമം വളരെ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു ഞാൻ. ആൻഡ് അതിനുശേഷം ഞാൻ പിന്നെ അധികം നേരമൊന്നും അവരടുത്ത് നിന്നിട്ടില്ല. നിൽക്കാത്ത റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവർക്കും കൂടെ ഒരു വിഷമം ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്ന് കരുതി. പ്ലസ് നമ്മൾ നിന്ന് ഓവർ സംസാരിക്കാൻ നിന്ന് അവരും കരിയും നമ്മളും കരിയും, വെറുതെ നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ. സോ ആസ് സൂൺ ആസ് നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത ലഗേജിൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് പോയി. ആൻഡ് അതിനുശേഷം നമുക്ക് 10:30 ഫ്ലൈറ്റ്. പക്ഷേ ഫ്ലൈറ്റ് വാസ് ലൈക്ക് ഡിലേ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 1 hour കൂടെ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. പക്ഷെ നല്ല വിശപ്പായിരുന്നു കേട്ടോ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയില്ല, വരുന്ന അന്ന് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു എനിക്ക്. ആൻഡ് അങ്ങനെ ഫ്ലൈറ്റ് വന്നു. സോ ഫ്രം ദെയർ ടു ശ്രീലങ്കയായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ്. 3 ലൈക്ക് ഫ്ലൈറ്റാണ്, ലേ ഓവർ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ 4 പേരും, പക്ഷേ എൻ്റെ കൂടെ വേറെയും 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് തന്നെയായിരുന്നു ഫുൾ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. സോ ദിസ് വാസ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് വാസ് സോ ഗുഡ്. നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്നാക്കായിരുന്നു. ലൈക്ക് നല്ല വിശപ്പായിരുന്നു. സോ ഐ വാസ് എക്സ്പെക്ടിങ് ലോട്ട്. കാരണം നമ്മൾ വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെയാണല്ലോ കാണുക, ഭയങ്കര അടിപൊളി ഫുഡ് അങ്ങനെ. ബട്ട് ദാറ്റ് വാസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇൻ മൈ കേസ് ദ ഫസ്റ്റ് ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയത് അതായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് ദെൻ ശ്രീലങ്കൻ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഐ വാസ് സോ ഡിസപ്പോയിൻറ്റഡ് ഇൻ ബിഗിനിങ്. ബട്ട് ലേറ്റർ ഓൺ അത് മാറി. ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് താഴോട്ടൊക്കെ പോയപ്പോഴത്തേക്കും ഐ ഗോട്ട് എ ചാൻസ് ടു സീ ഈച്ച് ആൻഡ് എവറിത്തിങ്. ലൈക്ക് കുറേ വേറെ അധികം സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെല്ലാവരും വന്ന് സെറ്റിലായി. അപ്പോഴാണ് ആ ഒരു നൈറ്റിൽ നമ്മൾ ടോക്കിയോ നറീറ്റയിലേക്കുള്ള ഫ്ലൈറ്റിലാണ് ഞാൻ ഓ മൈ ഗോഡ്, സോ ഐ എം ഗോയിങ് എന്നുള്ള ഫീലിംഗ് എനിക്ക് വന്നു തുടങ്ങിയത്. സത്യമായിട്ടും ഐ വാസ് ലൈക്ക് അപ്പോഴാണ് ഞാനൊന്ന് ഇരുന്ന് കരഞ്ഞത് ലൈക്ക് ഫ്ലൈറ്റിൽ. അത്രയ്ക്കും വിഷമമായി. കാരണം നമ്മുടെ ഇന്ത്യക്കാർ പോയിട്ട് ലൈക്ക് മലയാളീസിന് പോലും എനിക്ക് ആ ഫ്ലൈറ്റിൽ കാണാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഓൾ ലൈക്ക് വേറെ കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. ആൻഡ് അന്ന് നമുക്ക് നൈറ്റ് ഡിന്നറിനുണ്ടായിരുന്നു ലൈക്ക് ഈ ഒരു ഫുഡായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഓ മൈ ഗോഡ് ആവറേജ്. പക്ഷേ നല്ല ഫുഡായിരുന്നു. ഭയങ്കര വിശന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് പോലും ബാലൻസ് വെച്ചില്ല. ഞങ്ങൾ നല്ല വിശന്നിരിക്കുന്നു. ആൻഡ് ദെൻ അതിനുശേഷം ഞാനൊരു മൂവി കണ്ട് ഒരു ചായ കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വന്നു. ഞാൻ നല്ലോണം കിടന്ന് ഉറങ്ങി. സോ അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഏർലി മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അനൗൺസ് ചെയ്തപ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. ആൻഡ് ദെൻ ഒരു 9 ആയപ്പോഴത്തേക്ക് നറീറ്റ എയർപോർട്ടെത്തി, ടോക്കിയോ. നറീറ്റയിലെത്തി നമുക്ക് കുറേ ഇമിഗ്രേഷൻ പ്രോസസ്സും റെസിഡൻറ്റ് കാർഡ് മേടിക്കാനുള്ളതും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നമുക്ക് അവിടെ നിന്നൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിനുശേഷം ലൈക്ക് നമ്മൾ ആ ഒരു ടയർഡ്നെസ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിൽ പോയി. ലിറ്ററലി ഐ വാസ് ഷോക്ക്ഡ്. കാരണം അവിടെ വെള്ളമുണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര ഷോക്കായൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പ്രിപ്പയർഡ് അല്ലായിരുന്നു. ലൈക്ക് ഐ വാസ് നോട്ട് അറ്റ് ഓൾ റിസർച്ചിങ് ഓൾ
അബൌട്ട് ദിസ് തിങ്സ്. സോ അതെനിക്ക് ചെറുതായിട്ട് ഒന്ന് ഷോക്കായി. പക്ഷേ എന്തൊക്കെ വന്നാലും നമ്മുടെ നാട്ടിലത്തെ ടോയ്ലറ്റ് ആട്ടോ ഏറ്റവും നല്ലത്, ആൻഡ് ദാറ്റ് ഈസ് ടു കംഫർട്ടബിൾ. ആൻഡ് ബട്ട് എനിവേ നമ്മളിതും അഡ്ജസ്റ്റ് ആവണമല്ലോ. സോ അവിടെ നിന്ന് നമ്മൾ വന്നു. ദ പീപ്പിൾ ഇൻ ജപ്പാൻ വാസ് സോ പ്ലീസിങ്, ലൈക്ക് സോ കൈൻഡ് എന്ന് തന്നെ പറയണം. ലൈക്ക് 1-2 പേരെടുത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നാലും ഐ ഹാവ് സീൻ ലൈക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പ്ലീസിങ് ആണ്, ബട്ട് നോട്ട് എവരി വൺ. ഓക്കെ. ആൻഡ് അവിടുന്ന് നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ടുവേർഡ്സ് മിയാസാക്കി ആയിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് 12:30 ഫ്ലൈറ്റ്. വി ആർ റണ്ണിങ്, ലൈക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ഓടിയിട്ടൊക്കെയാണ് ഒന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ finally I landed Miyazaki. This was the moment where I realized. ഹലോ ഗായ്സ്, അപ്പോൾ ആക്ച്വലി നല്ല ടയേർഡാണ്. സോ എൻ്റെ ഫേസൊന്നും നോക്കാൻ നിൽക്കണ്ട. സോ ഇനി നമ്മൾ ജപ്പാനിലെത്തി. ഇന്നലെ രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. ഇവിടെ ജപ്പാനിൽ ഇപ്പോൾ 5 മണിയായി സമയം. സോ നമ്മളിപ്പോഴാണ് ഇവിടെ എത്തുന്നത്. എല്ലാം സെറ്റിലായി. ഞങ്ങളുടെ സെൻസെയാണ് ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങളെ വന്ന് പിക്ക് ചെയ്തു. സെൻസെ എന്നാണ് ഇവിടെ വിളിക്കുക. സോ ഞങ്ങളുടെ സെൻസേമാർ വന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജൊക്കെ ഒന്ന് കാണിച്ചു തന്നു. റൂമൊക്കെ വന്ന് എല്ലാം സെറ്റിലാക്കി തന്നിട്ടാണ് ഇപ്പോൾ അവർ പോയിരിക്കുന്നത്. സോ നമുക്കിനി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനുണ്ട്, അതിനൊന്ന് സെറ്റ് ആവാനുണ്ട്, ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉണ്ട്. സോ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സോ ബൈ, ടാറ്റാ.